ഗായ്സ് എനിക്ക് ഗ്രാനൈറ്റ് ക്രഷ് അടിച്ചു. ഇതിനെ പറയാനായിരിക്കും Don't try to play the fool with me, Nikesh. No, it's very bad. ഹലോ ഗായ്സ്, നമ്മൾ ഗ്രാനയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നേക്കാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഗ്രാനയുടെ ഫസ്റ്റ് പാർട്ടിന് നല്ല വ്യൂസ് ഉള്ളതാണ് സെക്കൻഡ് പാർട്ട് കൊണ്ട് വന്നേക്കണമെന്ന്. എന്നല്ല ഗായ്സ്, ഗ്രാനയുടെ ഫസ്റ്റ് പാർട്ട് ഒരു പട്ടിക്കുഞ്ഞോല് തിരിഞ്ഞു നോക്കാതെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കീഴൊക്കെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഗ്രാനയുടെ മുമ്പിൽ നമ്മൾ മുട്ടു തീരും. സെക്കൻഡ് പാർട്ടിൽ ഗ്രാനയെ നമ്മൾ മുട്ടു ചെയ്യാം. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കി കുറേ പഠിച്ചു. ചില സമയത്ത് എൻ്റെ കളി കണ്ട് തന്നെ ഞാൻ തന്നെ എണീച്ചിരുന്ന 2 കൈയൊക്കെ അടിച്ചു. അമ്മാതിരി കളിയാണ്. അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുക. അതിനെ ഡോറൊക്കെ തുറന്ന് നമ്മൾ മേളിലേക്ക് പോയി. കാരണം താഴത്തെ നമുക്കൊന്നും കിട്ടില്ല, നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ശുഭാപ്തി ശസ്ത്രമാണ് മേളിലേക്ക് പോയി. അപ്പം നിങ്ങളാർക്കും ഇവിടെയൊക്കെ എന്തിനാ വിളിച്ചതാണ് എന്നുവെച്ചാൽ എനിക്ക് എന്നാ അറിയില്ല എന്തിനാ വിളിച്ചത്. അപ്പം നിങ്ങളോർക്കും ഗ്രാനിയെ പേടിച്ചിട്ടാണ്. ഗ്രാനിയെ നമുക്ക് പണ്ടേ പേടില്ല, അത് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്രാനിയെ പേടിച്ചിട്ടെന്നാൽ കേട്ടോ എൻ്റെ രീതിയിൽ ഒരു 2 മിനിറ്റ് എന്നാ ഒന്ന് ചുമ്മാ കയറി ഇന്നു എൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോന്നേ. അല്ലാതെ ഗ്രാനിനെ പേടിച്ചിട്ടൊന്നുമില്ല. ഗ്രാനിനെ പേടിക്കേണ്ട ആവശ്യം നോക്കിയില്ല. എന്താ നമ്മളപ്പം തന്നെ ജയിച്ചു. എന്നിട്ട് പുറത്തൊക്കെ നോക്കി ഇതിനകത്തൊന്നുമില്ല. നമ്മൾ വേറെ ഡ്രോയൊക്കെ തുറക്കാൻ നോക്കുക. അയ്യോ ദേ വന്നടാ. നമുക്കുണ്ടോ പേടി? നമ്മൾ പയ്യെ ഇങ്ങനെ ഓടിത്താഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ പോയിട്ട് കഥയുടെ കേൾക്കുന്ന ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെ ഒന്നാ ഈ രാനല്ല ആൾ അപ്പൂപ്പം വരാൻ കണ്ടുപിടിക്കുക. അമ്മാതിരി കാര്യമാണ് നമ്മളിപ്പോൾ. ഇനി ഇവിടെ വരാണ്ട് കേൾക്കപ്പോഴേക്ക് എന്ത് കാര്യം എനിക്കറിയില്ല എന്താന്ന്. ഞാനായി വിട്ടിച്ചാൽ കണ്ടില്ല. ചെന്നാലും നമ്മൾ കോൺഫിഡൻസ് വിട്ടൊരു കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വന്നു. നമുക്കുണ്ടോ പേടി? അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സാധനമൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചെയ്യില്ല നമ്മളെ. ഇത് നമ്മളിങ്ങനെ അടിക്കൂടെ ഈ വഴി ഉണ്ടോ, ഈ വഴി കൂടെ അങ്ങ് കയറിപ്പോയാൽ ഇരാനി ഒരാളുടെ പൂപ്പം വരെ കണ്ടുപിടിക്കുക. ഇതേപോലെയാണ് ഇരാനി. ഇപ്പം നമ്മൾ ഇത് തള്ളി തന്നു കഴിഞ്ഞാൽ ഇരാനി നമ്മൾ പിടിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇരാനി ഒരാളുടെ പൂപ്പനായി നമുക്ക് പറ്റിക്കുക ഈസിയായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കയറിപ്പോൾ ഇപ്പം ഗ്രാനി പറ്റിക്കപ്പെട്ടു. അതുപോലെ നമുക്ക് ഗ്രാനിനെ വീണ്ടും പറ്റിക്കാം. ഒരാൾ മണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒന്നോടെ ഇതിൻ്റെ മേളിലേക്കൊന്ന് കയറി ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയത്തണം. അത് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ ഒന്നോടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഗ്രാൻ്റെ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഗ്രാനിയുടെ പേടിയൊന്നുമില്ല. പേടിയുള്ള ബഹുമാനം ഒരു വികാരമില്ല ഗ്രാനായിട്ട്. എന്താ നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളിങ്ങനെ നിന്ന് കുറച്ചേരം നിന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെയ്യാൻ തോന്നി ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇരുന്നു കുറച്ചു നേരം. ചെറുപിടി നട്ട് കുറച്ച് നേരം എണീച്ച് പുറം സ്ഥലമൊക്കെ നോക്കി. പിന്നെ ഡ്രോയിൽ കളക്കാൻ തുറന്നു നോക്കി. ഒന്നുമില്ല, വെറുതെ പറ്റിക്കാൻ വേണ്ടി വെച്ചെങ്ങനെയാണ്. നമ്മൾ ഇതൊക്കെ തുറന്നു നോക്കി. തുറന്നതിൽ ഒരു കാര്യമില്ല, ചുമ്മാ ഒരു കാര്യമില്ല. ഗ്രാനിയുടെ കക്കൂസാണ് കാണുന്നത്. ഇതെങ്ങനെ നമ്മൾ ഗ്രാനിയുടെ തീറ്റമുറിയിലേക്ക് ചെന്നു. ഒന്നുമില്ല, ഗ്രാനി പട്ടിണിയാന്നു. കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് ചെന്നു. ഒരു കാര്യമില്ല, വെറുതെ നമ്മളിങ്ങനെ അങ്ങ് നടക്കാണ്. എന്തേലല്ല പപ്പി എന്നോട് ഒരു ലിഫ്റ്റ് ഉണ്ട്. എന്തിനാ വെച്ചേക്കണെന്ന് ഗ്രാനിക്കറിയില്ല, എനിക്കറിയില്ല, അപ്പൂക്കനറിയില്ല. പിന്നെ മറ്റേ പുതിയ ആടുണ്ടല്ലോ അതിനറിയില്ല. എന്തിനോ എന്തോ ഇങ്ങനെ അമ്മ ഇങ്ങനെ പോവാണ്. പിന്നെ ഈ ഡ്രോയൊക്കെ ഇറക്കി കാണുമ്പോൾ ഞാൻ 2 ദിവസം ഇങ്ങനെ വെച്ചേക്കും. ഒന്നും കിട്ടില്ല, അത് വേറെ കാര്യം. ഒന്നും കിട്ടില്ല ഉണ്ടോ. ചുമ്മാ തുറന്ന് ഇട്ടാം ഗ്രാനിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാം. കിട്ടി തേങ്ങ കിട്ടി. നിൻ്റെ അകത്ത് താക്കോലുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. താക്കോലുണ്ടാവും, എന്താവത് ചെയ്യുന്നില്ല. പിന്നെ കണ്ണാടത്തേക്കൂടെ പോയി. കിട്ടിയാണല്ലോ. മറ്റേ ഇതൊരു കാണുന്നു. ചുമ്മാ അതിൻ്റെ അകത്ത് കയറിയിരുന്നു. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തിനാണ് കയറിയെന്ന് എനിക്കറിയാം. ഞാൻ 2 പ്രാവശ്യം ഉച്ചക്ക് എന്തായാലും ഇലക്ട്രിസിറ്റി എന്നൊക്കെ ഇത് കാണിച്ചു. നമുക്കുണ്ടോ പേടി? ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ചുമ്മാ നടക്കുക. അങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. ഇതിനകത്ത് ഇത് കിട്ടി. വെപ്പൻ കിട്ടി. വെപ്പൻ ഇനി നമുക്ക് വെപ്പം എടുത്തറിയാം. വെപ്പം എടുത്തറിയാൽ പവർ വരാം. വെപ്പൻ അതെ പോണോട് പോട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുളിച്ചിരിക്കാം. നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്ത് കയറി. അതൊരു ചുമ്മാ ഇതിനകത്തിരുന്നു.
കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പഴ കയറിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാം. കുറച്ചു നേരം തുറന്ന് ഇതിനകത്തിരിക്കാൻ പറ്റാം സുഖം. അപ്പം അപ്പഴ തുറന്നപ്പോഴത്തേക്ക് ഞാൻ പെരിയണ്ട. എന്നിട്ട് കുറച്ചേരം ഇവിടെ അടിഞ്ഞു. കുറച്ചേരം ഞാൻ അടങ്ങി നമുക്കിനി ചിന്തിക്കാം. എന്ത് ചെയ്യും ഇനി അടുത്തതായി എന്ത് ചെയ്യും. ഇതാണ് ഇനി അടുത്ത നമ്മളെ പരിപാടി. ചെയ്യാനല്ല പ്രത്യേകിച്ച് വേറെ കാര്യം. നമുക്ക് വെപ്പൻ്റെ ഡ്രോവർ കൊടുക്കാൻ പോവാം. അയ്യ നമ്മളെ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഗ്രാനി ഉണ്ടോ നോക്കി. ഗ്രാനി താഴത്തേക്ക് പോയിക്കാൻ വരെ മുമ്പേ ഒപ്പില്ല. ഇങ്ങനെ മീരിലേക്ക് ഇങ്ങനെ കയറി വന്നു. വെപ്പൻ്റെ സാധനം തന്നു. വെപ്പൻ്റെ അതെടുത്തപ്പോൾ ഡ്രോപ്പ് ചെയ്തുപോയി ഗൈസ്. അതൊരു മണ്ടത്തരായി പോയി. ചോപ്പരാ സാധനം താഴെ തന്നെ ഉണ്ടല്ലോ, പെരിയണ്ട. എന്നിട്ട് കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് കയറിയുന്നു. പാട്ടൊക്കെ ഇട്ടാൽ മതി നമ്മളെ പേടിക്കുക. നമുക്കുണ്ടോ പേടി? നമ്മൾ വീണ്ടും ഇറങ്ങുന്നു. എന്നിട്ട് ഈ വെപ്പം ചെയ്ത സാധനത്ത് എന്ത് തിരിച്ചപ്പോഴത്തേക്കും വെപ്പം കിട്ടി. വെപ്പം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ പിന്നെ വിഷമൊന്നുമില്ല, കുഴപ്പമില്ല. അത് ഈ ഗെയിമിൽ പറഞ്ഞിട്ടുള്ള എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു തമ്മുണ്ട്. തോക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തിരിയുമ്പോൾ തന്നെ ഗ്രാനിയിലേക്കാണ് ചങ്ങ പോയ. പക്ഷെ ഞാൻ പഠിച്ചു, ഞാൻ കുറേ പഠിച്ചു. യൂട്യൂബിൽ നിന്ന് പ്രോയായി ഇതില്. എന്നിട്ട് വാഴൊക്കെ തുറക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ജയിക്കും. ഈ കടി എന്തായാലും ചെയ്യും, ഉറപ്പാ. അടുത്ത വാർത്ത കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.